2026 പകുതിയോട് കൂടിയിട്ട് പാകിസ്ഥാൻ ഇത് 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ കിട്ടാൻ പോവാണ്. ചൈനയുടെ J-35 എന്ന് പറയുന്ന വിമാനം പാകിസ്ഥാൻ വാങ്ങാൻ പോവാണ്. ഇതോടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വലിയൊരു ഗ്യാപ്പ്, അതായത് ടെക്നോളജി പരമായിട്ട് അല്ലെങ്കിൽ വ്യോമസേനയിൽ ഒരു വലിയ ഗ്യാപ്പ് വരും. ഇന്ത്യയെക്കാൾ ഒരു അഡ്വാൻറ്റേജ് പാകിസ്ഥാന് കൈവരും. ചൈനീസ് 5ാം തലമുറ യുദ്ധവിമാനം ഇന്ത്യക്ക് വലിയ ഭീഷണിയാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി വീഡിയോകൾ, വാർത്തകളൊക്കെ നമ്മളിൽ പലരും ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വരെ കണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്. ചൈനീസ് ഭരണകൂടം പാകിസ്ഥാനോട് പറഞ്ഞിരിക്കുകയാണ് 5ാം തലമുറ യുദ്ധവിമാനമായിട്ടുള്ള J-35 നൽകുന്നത് വൈകും. എന്ന് വെച്ചാൽ 2032 ആയാൽ മാത്രമേ ഈ വിമാനങ്ങൾ പാകിസ്ഥാന് നൽകാൻ കഴിയൂ എന്നാണ് ചൈനീസ് ഭരണകൂടം പാകിസ്ഥാനെ അറിയിച്ചിരിക്കുന്നത്. എന്താണ് ഇത്ര പെട്ടെന്നൊരു മാറ്റമുണ്ടായത്? ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇത്തരം വാർത്തകളുടെ കമന്റ് ബോക്സിൽ നിരവധി ആളുകൾ പരിഹാസത്തോടെ ഇന്ത്യയെ പുച്ഛിച്ചുകൊണ്ട് മലയാളികളടക്കം കമന്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചാണകത്തില് ഗവേഷണം നടത്തുന്നതാണ് പണി, അവിടെ ചൈന 6ാം തലമുറ ഉണ്ടാക്കി, 7ാം തലമുറ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് തള്ളിമറിച്ചവരുടെ ശ്രദ്ധയ്ക്കാണ്. ചൈന 5ാം തലമുറ യുദ്ധവിമാനം പോലും മര്യാദയ്ക്ക് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ചൈനയുടെ കൈവശം ആകെ ഉള്ളത് J-20 എന്ന് പറയുന്ന വിമാനമാണ്. ഇതിന്റെ ഡിസൈൻ അമേരിക്കയുടെ F-22 റാപ്റ്ററിനോടും അതുപോലെ തന്നെ F-35നോടും പല കാരണങ്ങളാൽ സിമിലർ ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. ഈ വിമാനത്തിൽ റഷ്യൻ എഞ്ചിനുകളാണ് ഉപയോഗിക്കുന്നത്. ചൈന തദ്ദേശീയമായിട്ട് സ്റ്റെൽത്ത് എഞ്ചിൻ ഉണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും അത് വിജയം കണ്ടിട്ടില്ല. ഈ വിമാനം 100% ഒരു സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് അല്ല. 5ാം തലമുറ വിമാനമെന്ന് ചൈന അവകാശപ്പെടുന്നുണ്ടെങ്കിലും റഡാറുകളുടെ കണ്ണിൽപ്പെടാൻ വളരെയധികം സാധ്യതയുള്ള ഒരു വിമാനമാണിത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ഒരു സ്റ്റെൽത്ത് വിമാനം നിർമ്മിച്ച് 5ാം തലമുറ യുദ്ധവിമാന സാങ്കേതിക വിദ്യ പൂർണ്ണമായിട്ടുമുള്ള ഒരു രാജ്യമായിട്ടില്ല ചൈന ഇപ്പോഴും. അപ്പോഴാണ് ഇവിടെ പലരും ചൈന 6ാം തലമുറ ഉണ്ടാക്കി, 7ാം തലമുറ ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നത്. ഒന്ന്, AI വീഡിയോസ് ആണ് കൂടുതലും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. 2, ചൈനയുടെ വിമാനത്തിന്റെ ഡിസൈൻ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഔട്ട്സൈഡ് ഡിസൈൻ ഉണ്ട് എന്നതുകൊണ്ട് ആ വിമാനം പൂർണ്ണമായും ഒരു മികച്ച വിമാനമാണെന്നോ അല്ലെങ്കിൽ അത് ഒരു 5th ജെൻ എയർക്രാഫ്റ്റ് ആണെന്നോ പറയാൻ കഴിയില്ല. പലരും ചൈനയുടെ ഈ ഒരു ഗിമ്മിക്ക് കണ്ട് അതിലങ്ങ് വീണു പോവാണ്. കാണുമ്പോൾ വലിയ ലുക്കൊക്കെ ഉള്ള നല്ല അടിപൊളി കളർഫുൾ ആയിട്ടുള്ള വിമാനമൊക്കെ കാണുമ്പോൾ ആരും വിചാരിക്കും ഇത് അടിപൊളി സാധനമാണെന്ന്. പക്ഷെ അങ്ങനെയല്ല. അപ്പൊ അതുകൊണ്ട് സാങ്കേതികപരമായിട്ട് ചൈന പല വെല്ലുവിളികളും നേരിടുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ചൈന ഇത് കൊടുത്തേനെ, എങ്ങനെയെങ്കിലും ഒരു J-35 ഉണ്ടാക്കി ചൈന കൊടുത്തനെ. പക്ഷെ അവിടെയാണ് ചൈനയുടെ മുമ്പിൽ ഇന്ത്യ വലിയ വെല്ലുവിളികൾ ഉയർത്തിയത്. ആ വിഷയത്തെക്കുറിച്ച് ഒരുപക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച പോലും ചെയ്യാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് വിശദമായി നോക്കാം. എന്തുകൊണ്ട് ചൈനയുടെ തീരുമാനം അവർ പതിയെ മാറ്റുന്നു എന്ന് നമുക്കിനി നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഇന്ത്യയുടെ AMCA പ്രോജക്റ്റും S-400ഉമാണ്. അതോടൊപ്പം ഇന്ത്യയുടെ പ്രോജക്റ്റ് കുശ. ഈ 3 കാരണങ്ങളാണ് പാകിസ്ഥാൻ ഇപ്പോൾ എയർക്രാഫ്റ്റ് കൊടുക്കുന്നത് ചൈന വൈകിപ്പിക്കാനുള്ള പ്രധാന കാരണം. അതായത് ഇന്ത്യ സ്വന്തമായിട്ട് വികസിപ്പിക്കുന്ന അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് അഥവാ AMCA ഇത് നിർമ്മിക്കാനുള്ള വേഗത കൂട്ടിയതും നിലവിൽ ഇന്ത്യയുടെ പക്കലുള്ള S-400ന് പുറമെ ഇന്ത്യ പ്രോജക്റ്റ് കുശ എന്ന് പറഞ്ഞിട്ട് തദ്ദേശീയമായിട്ട് ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തതും ചൈനയെ ഭയപ്പെടുത്തുന്നുണ്ട്. ഈ തദ്ദേശീയമായ എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകളെയും സ്റ്റെൽത്ത് ഡ്രോണുകളെയും പോലും ഇതിന് കണ്ടെത്താൻ കഴിയും. ആ ഒരു പ്രത്യേകതയുള്ള ഇന്ത്യയുടെ തദ്ദേശീയമായിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റവും കൂടെ ഈ AMCA പ്രോജക്റ്റ് അതിവേഗത്തിൽ ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ചൈനയെ പിന്തിരിപ്പിക്കുന്നതിൽ ഒരു പ്രധാന ഘടകമാണ്. J-35 പോലെയുള്ള വിമാനങ്ങളെ നേരിടാനുള്ള ശേഷി ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് ഉണ്ട് എന്നത് ചൈനയുടെ തീരുമാനത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നിസ്സംശയം പറയാം. ഇന്ത്യയുടെ കൈവശമുള്ള S-400 തന്നെ ലോകത്തിലെ ഏറ്റവും മികച്ച മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നാണ്. ഇതിന് തന്നെ പലപ്പോഴും ചൈനയുടെ 5ാം തലമുറ വിമാനങ്ങളെ കണ്ടെത്താനുള്ള ശേഷിയുണ്ട്. J-35 പോലെയുള്ള 5ാം തലമുറ വിമാനങ്ങളുടെ പ്രധാന പ്രത്യേകത ചൈന അവകാശപ്പെടുന്നത് അവ റഡാറുകളിൽ പെടില്ല എന്നാണ്. എന്നാൽ S-400 സിസ്റ്റത്തിലുള്ള മൾട്ടി ഫങ്ഷണൽ റഡാറുകൾക്ക് ഇത്തരം സ്റ്റെൽത്ത് വിമാനങ്ങളെ ദൂരപരിധിക്കുള്ളിൽ വെച്ച് തന്നെ കണ്ടെത്താൻ കഴിയുമെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇതിനു പുറമെയാണ് ഇന്ത്യയുടെ പ്രോജക്റ്റ് കുശ. ഇത് S-400നേക്കാൾ പല മേഖലകളിലും മികച്ചതാണ്, പ്രത്യേകിച്ച് സ്റ്റെൽത്ത് വിമാനങ്ങളെ കണ്ടെത്തുന്ന കാര്യത്തിൽ. ചൈനയുടെ J-35 പാകിസ്ഥാന്റെ പക്കൽ എത്തിയാലും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാന് പ്രതീക്ഷിക്കുന്ന ഗുണം ഇതുകൊണ്ട് ഉണ്ടാവില്ല. കാരണം ഇന്ത്യയുടെ S-400നും പ്രോജക്റ്റ് കുശ എന്ന് പറയുന്ന ഇന്ത്യയുടെ സ്വന്തം ഡിഫൻസ് സംവിധാനങ്ങൾക്കും ഈ 5ാം തലമുറ വിമാനങ്ങളെ വെടിവെച്ചിടാൻ കഴിയും. അങ്ങനെ സംഭവിച്ചാൽ അത് ചൈനയുടെ സാങ്കേതിക വിദ്യയുടെ വലിയ പരാജയമായി ലോകം കാണും. നേരത്തെയൊക്കെ
ചൈനീസ് ആയുധങ്ങള് പാകിസ്ഥാന് കൊടുക്കുന്ന സമയത്ത് ചൈനയ്ക്ക് പ്രത്യേകിച്ച് അപകടമൊന്നും തോന്നിയിരുന്നില്ല. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ചൈന മനസ്സിലാക്കിയ ഒരു കാര്യം, ഇന്ത്യ ഇനി പഴയതുപോലെ അല്ല. പാകിസ്ഥാൻ ഭീകരവാദ പ്രവർത്തനങ്ങളും അനാവശ്യമായിട്ട് ഇന്ത്യയെ പ്രൊവോക്ക് ചെയ്യുന്നത് തുടരുകയും ചെയ്ത ഇന്ത്യ തിരിച്ചടിക്കും. അങ്ങനെ തിരിച്ചടിക്കുന്ന സമയത്ത് ഇന്ത്യൻ ആയുധങ്ങൾക്ക് മുന്നിൽ ചൈനീസ് ആയുധങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ ലോകത്തിന് മുന്നിൽ ചൈന നാണം കെടേണ്ടി വരും. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ചൈനീസ് എയർ ഡിഫൻസ് സിസ്റ്റംസ് ഇന്ത്യയുടെ മുന്നിൽ നിലംപരിശായി പോയത് വലിയ മാനക്കേടാണ് ചൈനയ്ക്ക് ഉണ്ടാക്കിയത്. കാരണം ചൈനീസ് എയർ ഡിഫൻസ് സംവിധാനങ്ങളായിരുന്നു പാകിസ്ഥാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ വീണ്ടും J-35 പോലെയുള്ള വിമാനങ്ങൾ പാകിസ്ഥാന് കൊടുക്കുകയും ഇന്ത്യയുമായിട്ടൊരു പോരാട്ടം ഉണ്ടാവുകയും ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ റഡാറുകൾ ഈ 5ാം തലമുറ വിമാനങ്ങളെ കണ്ടെത്തുകയും ഒരുപക്ഷെ വെടിവെച്ചിടുകയും ചെയ്യുകയാണെങ്കിൽ അത് ചൈനയുടെ ആയുധ വിപണിയെ മോശമായി ബാധിക്കുക മാത്രമല്ല, ചൈന ഇത്രയും കാലം പൊക്കി വെച്ചുകൊണ്ട് നടന്ന അവരുടെ ടെക്നോളജിക്കൽ പുരോഗതിയെ കൂടി അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ വിമാനത്തെ കൂടുതൽ പരിഷ്കരിച്ച ശേഷം മാത്രം ഇനി കൊടുത്താൽ മതി എന്നാണ് ചൈന ഇപ്പോൾ കരുതുന്നത്. ഇന്ത്യ സ്വന്തമായിട്ട് 5ാം തലമുറ വിമാനം നിർമ്മിക്കുന്നതും ചൈനയെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യ AMCA നിർമ്മാണത്തിലേക്ക് കടക്കുമ്പോൾ പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് വിമാനം വാങ്ങുകയാണ് ചെയ്യുന്നത്. ഇന്ത്യ തദ്ദേശീയമായിട്ട് ഈ വിദ്യ വികസിപ്പിക്കുന്നത് ചൈനയെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയാണ്. ഇന്ത്യ സ്വന്തമായിട്ട് 5ാം തലമുറ വിമാനം നിർമ്മിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് പാകിസ്ഥാന് J-35 നൽകുന്നത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നിലവിലെ ചർച്ചകളെയും ബാധിച്ചേക്കാം. ഇന്ത്യ തങ്ങളുടെ തദ്ദേശീയ പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ ചൈനയും തങ്ങളുടെ ടെക്നോളജി കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ഒരു സമ്മർദ്ദത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. എന്നുവെച്ചാൽ നേരത്തെ ചൈനയ്ക്ക് ഉണ്ടായിരുന്ന കോൺഫിഡൻസ് ഇന്ത്യയുടെ കാര്യത്തിൽ ഇപ്പോൾ ഇല്ല എന്ന് തന്നെ പറയാം. ഇക്കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, പാകിസ്ഥാൻ വഴി J-35 വിമാനങ്ങളുടെ റഡാർ സിഗ്നേച്ചറുകളുടെ ചോർച്ചയും ചൈന ഭയപ്പെടുന്നുണ്ട്. ഒരു വിമാനം റഡാറിൽ എങ്ങനെ കാണപ്പെടുന്നു എന്ന ഡേറ്റയാണ് റഡാർ സിഗ്നേച്ചർ എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയോ അമേരിക്കയോ ഇത് മനസ്സിലാക്കിയാൽ അത് ചൈനയുടെ വ്യോമസേനയ്ക്ക് വലിയ ഭീഷണിയാണ്. S-400 റഡാറുകൾക്കും പ്രോജക്ട് കുശയ്ക്കും J-35നെ എത്രത്തോളം കൃത്യമായി ട്രാക്ക് ചെയ്യാൻ കഴിയുമെന്ന് ചൈനയ്ക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് കൂടുതൽ സമയം വേണ്ടിവരുമെന്നാണ് കണക്കാക്കുന്നത്. തങ്ങളുടെ പക്കൽ ഉള്ളതിനേക്കാൾ മികച്ചതോ അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ളതോ ആയ ആയുധങ്ങൾ ഇന്ത്യക്കുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ അതിനെ മറികടക്കാനുള്ള പുതിയ പരീക്ഷണങ്ങൾ വിമാനത്തിൽ നടത്തേണ്ടി വരും. ഇതും ഡെലിവറി വൈകിപ്പിക്കുന്നതിന് ഒരു കാരണമാണ്. അമേരിക്ക ഏതാണ്ട് കോപ്പി അടിക്കുന്ന ഒരു രാജ്യമാണ് ചൈന. ഇപ്പോൾ ചൈനയുടെ J-20 എന്ന് പറയുന്നത് അമേരിക്കയുടെ F-22 റാപ്റ്ററിനെ പോലെയാണ് അവരുണ്ടാക്കാൻ ശ്രമിച്ചത്. ചൈനയുടെ J-35 എന്ന് പറയുന്നത് അമേരിക്കയുടെ F-35ന് ബദലായിട്ട്, അതായത് അമേരിക്കയുടെ F-35 എന്ന് പറയുന്നത് വളരെ ചിലവേറിയ വിമാനമാണെങ്കിൽ അതിനൊരു ബദൽ എന്ന നിലയ്ക്ക് ചിലവ് കുറഞ്ഞ വിമാനമായിട്ടാണ് ചൈന J-35 ഉണ്ടാക്കുന്നത്. ഇതിലൂടെ വിപണി പിടിക്കുക എന്നത് തന്നെയായിരുന്നു ചൈനയുടെ സ്വപ്നം. എന്നാൽ ഇന്ത്യ AMCA വിജയകരമായിട്ട് നിർമ്മിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഭാവിയിൽ മറ്റ് രാജ്യങ്ങൾ ചൈനീസ് വിമാനങ്ങൾക്ക് പകരം ഇന്ത്യൻ വിമാനങ്ങൾ വാങ്ങാൻ താല്പര്യപ്പെട്ടേക്കാം. പാകിസ്ഥാൻ ഇപ്പോൾ തന്നെ ഈ വിമാനം നൽകിയ അതിന്റെ പോരായ്മകൾ ലോകത്തിന് മുന്നിൽ വെളിപ്പെടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ S-400 അതുപോലെ തന്നെ പ്രോജക്ട് കുശ റഡാറുകളുടെ മുന്നിൽ. അങ്ങനെ സംഭവിച്ചാൽ ചൈനയുടെ വലിയൊരു ബിസിനസ് സാധ്യത കൂടിയാണ് ഇല്ലാതാവുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ സമീപകാലത്ത് കൈവരിച്ച പുരോഗതിയാണ് ചൈനയെ ഭയപ്പെടുത്തുന്നത്. ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്ന വിമാനങ്ങളും റഡാറുകളും ഉപയോഗിച്ച് J-35ന്റെ സിഗ്നലുകൾ നിരന്തരം നിരീക്ഷിക്കാൻ ഇന്ത്യക്ക് കഴിയും. സ്വന്തമായി വിമാനം നിർമ്മിക്കുന്ന ഒരു രാജ്യത്തിന് മറ്റൊരു വിമാനത്തിന്റെ രഹസ്യങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഡേറ്റ ഉപയോഗിച്ച് ഇന്ത്യക്ക് തങ്ങളുടെ AMCAയെ ചൈനീസ് വിമാനങ്ങളെക്കാൾ മികച്ചതാക്കി മാറ്റാനും കഴിയും. ഇതും ചൈന ഭയക്കുന്ന ഒരു വിഷയമാണ്. ഇനിയുമുണ്ട് ഏറെ കാരണങ്ങൾ. പാകിസ്ഥാൻ എന്ന് പറയുന്നത് ചൈനയെ സംബന്ധിച്ച് വെറും ഒരു ഉപഭോക്താവ് മാത്രമാണ്. വിമാനം വാങ്ങുമ്പോൾ അതിന്റെ രഹസ്യ കോഡുകളോ എഞ്ചിൻ നിർമ്മാണ വിദ്യയോ ചൈന അവർക്ക് നൽകില്ല. എന്നാൽ ഇന്ത്യ AMCA നിർമ്മിക്കുമ്പോൾ ആ സാങ്കേതിക വിദ്യയുടെ പൂർണ്ണ ഉടമസ്ഥാവകാശം ഇന്ത്യക്കായിരിക്കും. ഇന്ത്യ സാങ്കേതികമായിട്ട് സ്വയം പര്യാപ്തത നേടുന്നത് ചൈനയുടെ ഏഷ്യയിലെ മേധാവിത്വത്തിന് ഭീഷണിയാണ്. പാകിസ്ഥാൻ ഇപ്പോൾ തന്നെ വിമാനം നൽകിയാൽ അത് ഇന്ത്യയെ കൂടുതൽ വേഗത്തിൽ AMCA പദ്ധതി പൂർത്തിയാക്കാൻ പ്രേരിപ്പിക്കുമെന്നും ചൈന ഭയപ്പെടുന്നുണ്ട്. ഇന്ത്യയുടെ സാങ്കേതിക വളർച്ചയുടെ വേഗത കുറയ്ക്കാൻ ചൈന ഒരുപക്ഷെ ആഗ്രഹിക്കുന്നുണ്ടാവാം. അതും ഒരു കാരണമാണ്. ഈ ചൈന J-35 നിർമ്മിച്ചിട്ടുണ്ട് എന്ന് തന്നെ കരുതുക, പാകിസ്ഥാന് നൽകാൻ പറ്റുന്ന രീതിയിൽ. പക്ഷെ എന്നാലും ചൈന ഇപ്പോൾ നൽകാത്തതിന് വേറെയും കാരണങ്ങൾ ഉണ്ടാകാം. ഇന്ത്യ സ്വന്തമായിട്ട് വിമാനം നിർമ്മിക്കുന്നതിലൂടെ റഷ്യയിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ കൂടുതൽ മികച്ച വിദ്യകൾ വിലപേശി വാങ്ങാൻ ഇന്ത്യക്ക് കഴിയും. ഇത് തടയാൻ ഇന്ത്യയുമായിട്ടൊരു ധാരണയിലെത്താൻ
ചൈന ശ്രമിക്കുന്നുണ്ടാകാം. പാകിസ്ഥാന് വിമാനം നൽകുന്നത് താൽക്കാലികമായി നിർത്തിവെക്കുന്നത് ഇന്ത്യയെ തണുപ്പിക്കാനുള്ള ഒരു തന്ത്രവുമാകാം. ചുരുക്കത്തിൽ പാകിസ്ഥാൻ വാങ്ങുന്ന വിമാനം ഒരു ഉൽപ്പന്നം മാത്രമാണ്. എന്നാൽ ഇന്ത്യയുടെ AMC എന്ന് പറയുന്നത് ഒരു ശേഷി അഥവാ ക്യാപ്പബിലിറ്റി ആണ്. ഈ ശേഷി വളരുന്നത് തടയാനോ അല്ലെങ്കിൽ അതിനനുസരിച്ച് തങ്ങളുടെ വിമാനങ്ങളെ കൂടുതൽ ശക്തമാക്കാനോ അല്ലെങ്കിൽ രഹസ്യമാക്കി വെക്കാനോ ചൈന ശ്രമിക്കുകയാണ്. ഇതാണ് പ്രധാനമായിട്ടും ഇത് വൈകിപ്പിക്കാനുള്ള ഒരു കാരണമായിട്ട് ഇപ്പോൾ തോന്നുന്നത്. ഇതിനോടൊക്കെ ഒപ്പം വേണമെങ്കിൽ 2-3 കാരണങ്ങൾ കൂടി പറയാൻ കഴിയും. ഒന്ന്, ഇന്ത്യയെ പ്രൊവോക്ക് ചെയ്യാൻ ഇനി ചൈന ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യ ഒരു വലിയ ശക്തിയായി വളരുന്നു എന്ന് അവർ അക്സെപ്റ്റ് ചെയ്യുന്നു. സോ ഇന്ത്യയുമായിട്ടൊരു നല്ല റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യയെ പ്രൊവോക്ക് ചെയ്യാതിരിക്കുക എന്ന് പറയുന്ന ഒരു തന്ത്രം പണ്ട് ആന്റണി പറഞ്ഞ പോലെ ചൈനയെ പ്രൊവോക്ക് ചെയ്യാതിരിക്കാൻ ഇന്ത്യ അതിർത്തിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താതിരുന്നില്ലേ? അതിന് പകരം ഇന്ന് ഇന്ത്യയെ പ്രൊവോക്ക് ചെയ്യാതിരിക്കാൻ പാകിസ്ഥാൻ ഒരുപാട് ആയുധങ്ങൾ കൊടുക്കണ്ട എന്നൊരു തീരുമാനം ചൈന എടുത്തിട്ടുണ്ടാവാം. അതും ഇതിന്റെ ഒരു കാരണങ്ങളിൽ ഒന്നാണ്. മറ്റൊന്ന്, പാകിസ്ഥാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ചൈന ചിലപ്പോൾ സംശയത്തിന്റെ കണ്ണിലൂടെ ആയിരിക്കും നോക്കുന്നത്. പാകിസ്ഥാനെ ഉപയോഗിച്ച് അമേരിക്ക നാളെ ചൈനയ്ക്കെതിരെ പലതും ആസൂത്രണം ചെയ്യാനുള്ള സാധ്യത ചൈന മുന്നിൽ കാണുന്നുണ്ട്. ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാണ്. ഇന്ത്യ നിഷ്പക്ഷമാണ്. ഇന്ത്യക്ക് ഒരു സ്വതന്ത്രമായ ഫോറിൻ പോളിസി ഉണ്ട്. പാകിസ്ഥാൻ അങ്ങനെയല്ല. അമേരിക്കയുടെ ഒരു സാമന്ത രാജ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ രാജ്യത്തിന്റെ കയ്യിലേക്ക് തങ്ങളുടെ 5ാം തലമുറ വിമാനം കൊടുക്കുന്നത് വലിയ വിഡ്ഢിത്തമാകാം എന്നും ചൈന കണക്കൂട്ടുന്നുണ്ടാവാം. ഇതിനൊക്കെ അപ്പുറം മറ്റൊരു കാരണം, പാകിസ്ഥാന്റെ കയ്യിൽ ഇത് വാങ്ങാൻ പൈസ വേണ്ടേ? അതുമില്ല. അതും ഒരു കാരണമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.